സോ ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ നമ്മുടെ ഹാലോവിൻ പാർട്ടിക്ക് വേണ്ടി ദേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തേക്കാണ്. ദേ നമ്മളെ ശ്രീകുട്ടി ഇവിടെ ഉണ്ട്. ശ്രീകുട്ടി എവിടെ? ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. സൂര്യ എത്തിയിട്ടില്ല, സൂര്യ വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് സൂര്യയും എത്തും. പിന്നെ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് 7 നമ്മുടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്റ്റേ ചെയ്തിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് നാളെയാണ് തിരിച്ചു പോകാൻ പോകുന്നത്. ഇനി നീ പോയിക്കോ, തുറക്കും. നമ്മള് സൂര്യ മാഡം വരവായി. എന്താണ് വലിയ ബാഗൊക്കെ ആയിട്ടാണല്ലോ. നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ തയ്യാറായിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡി ആവണം. ഇതൊരു വിറ്റൻ്റെ ഔട്ട്ഫിറ്റ് ആണോ? ഇത് നമ്മളുടെ സൂര്യാണ് ഇടാൻ പോകുന്നത്. ഇതൊരു ഗോത്തിക് ക്വീൻ ഐ കെൻ സേ, അത് ഞാനാണ് ഇടാൻ പോകുന്നത്. ഇത് നമ്മുടെ ശ്രീകുട്ടീൻ്റെ ഔട്ട്ഫിറ്റ്. ശ്രീകുട്ടി ഒരു ഏഞ്ചലാണ്, അത് പുള്ളിക്കകത്തിട്ട് ഡ്രസ്സ്, ഇത് വിങ്സ് ആൻഡ് ബാക്കി സാധനങ്ങൾ. ഈ ഇയർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തെങ്കിലും നമുക്കതുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇനി പതുക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് റെഡി ആവാനായിട്ട് തുടങ്ങണം. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഈവനിങ് റെഡി ആവുന്നതും എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏഞ്ചൽസ് വിങ്സ് ആണ്. നമ്മുടെ ഹാലോവിൻ കോസ്റ്റ്യൂം അപമാനിച്ച് സൂര്യ. ഗോത്തിക് ക്വീൻ വെനസ്ഡേ ഇല്ലടാ ഇപ്പോ. ഫുഡ് വന്നിരിക്കുകയാണ്. കമോൺ സൂര്യ. ഇത് നമ്മൾ സ്റ്റാർട്ട് പാസ്ത ജസ്റ്റ് കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാനാണ് പ്ലാൻ. ഇവിടെ ഓൾറെഡി വൈബിങ് ആണ്, പാട്ടൊക്കെ നടക്കുന്നു. ശ്രീകുട്ടിയുടെ ഡാൻസ് കഴിഞ്ഞു. ഞാനതാ ഉദ്ദേശിച്ചത്. സൂര്യ, ശ്രീകുട്ടി, അമൽ. ഓക്കേ. അങ്ങനെ പോവുകയാണ്. വിജയ് പോയി പോവുകയാണ്. ബൈ. ഊബര് പുറത്താണോ? രണ്ടു കൂടെ തിരിഞ്ഞൊന്ന് ബൈ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കൊന്നും കിട്ടിയില്ല. ബിക്കോസ് ഇവിടെ കിച്ചൺ ക്ലോസ് ആയിരുന്നു. പിന്നെ റൈസ് എന്തെങ്കിലും കിട്ടത്തോ പറഞ്ഞു. മിഡ് നൈറ്റ് കഴിക്കാനുള്ള മൂഡില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ നമുക്കിത് ഇങ്ങനെ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് ഷെഫ് തന്നിട്ടുണ്ട്, വിച്ച് വാസ് റിയലി സ്വീറ്റ്. ഐ റിയലി ലൈക്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് വെരി ടച്ചിങ്.
സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ദ ഡേ. അപ്പം കുളിക്കുക, കിടക്കുക, അതാണ് പണി. രാവിലെ എണീക്കുക, സാവകാശം എണീക്കുക, പിന്നെ ചെക്കൗട്ട് ചെയ്യുക, പോവുക. ഇതാണ് നാളത്തെ നമ്മുടെ പരിപാടി. സോ ഇന്നത്തേക്ക് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഹാലോവിൻ പാർട്ടി വാസ് റിയലി നൈസ്, ഐ ഹാവ് ടു സേ. ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തു. ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എന്താ പറയുക ഹാലോവിൻ ഈവൻ്റൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് വാസ് റിയലി വർത്ത് ഇറ്റ്. നമ്മൾ മൂന്നുപേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ക്രൗഡ് വാസ് ഓൾസോ, ട്രിവാൻഡ്രം ഇസ് ഗെറ്റിംഗ് ബെറ്റർ, ഐ ഷുഡ് സേ. തോ ക്രൗഡ് വാസ് ഓൾസോ ലൈക്ക് കൈൻഡ് ഓഫ് ലൈക്ക് ഓക്കേയിഷ്. തോ അതും നല്ലതായിരുന്നു. അതാണ് നമ്മുടെ ഹാലോവിൻ പാർട്ടീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അപ്പം ചെറുതായിട്ടൊന്ന് ടൈഡി അപ്പ് ചെയ്യണം, ഫുഡൊക്കെ കഴിച്ചതൊക്കെ എടുത്ത് പുറത്ത് വെക്കണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒന്ന് നൈസായിട്ട് കുളിച്ചിട്ട് കിടക്കണം. ഇതാണ് പരിപാടി. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെക്കൗട്ട് ചെയ്ത് വീട്ടിലേക്ക് പോവാം. പാർട്ടിയൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. സോ രാവിലെ എണീറ്റ്. സോ ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് ദ മോർണിംഗ് വ്യൂ. കുറച്ച് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ, അത്ര അങ്ങോട്ട് രാവിലെ അല്ല, ഒരു 10 ഒക്കെ ആയി. ലുലുമോൾ തുറന്നില്ല ഇതുവരെ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇതേ സെയിം വ്യൂ ആയിരുന്നു. അപ്പുറത്ത് പൂൾ വ്യൂ ഉണ്ട് ഇവർക്ക്, പൂൾ വ്യൂ എടുത്തിട്ടില്ല. ഇപ്പം നൈസായിട്ട് ഒന്ന് ഫ്രഷ്നപ്പായി കുറച്ച് ഫോട്ടോസൊക്കെ വീണ്ടും എടുത്തിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വീട്ടിലോട്ട് ഇറങ്ങണം. വീട്ടിൽ ചെന്നിട്ട് ഇന്ന് വലിയ പണിയൊന്നുമില്ല. ജിമ്മിലോട്ട് പറ്റുമെങ്കിൽ ഇറങ്ങണം. കാല് നല്ല വേദന ഉണ്ട് ഇന്നലെ, ബിക്കോസ് ഹീൽസിൽ കിടന്ന് ഡാൻസ് കളിച്ചല്ലേ, അതിൻ്റേതായ വേദനകളൊക്കെ ഉണ്ട്. നോക്കട്ടെ, കാല് ഓക്കെ ആണെങ്കിൽ ഇറങ്ങണം. ബാക്കി പണിയൊന്നുമില്ല, ഇന്നെൻ്റെ ഓഫാണ്. പിന്നെ പാർട്ടി ഭയങ്കര അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല വൈബ് ഉണ്ടായിരുന്നു. സോങ് സെലക്ഷൻ അത്ര പോരായിരുന്നു, ബാക്കിയെല്ലാം കൊള്ളായിരുന്നു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്, ബട്ട് എന്ത് പറയാനാ, നമ്മളുടെ പാറ്റേൺസ് ഇങ്ങനെ ഡിഫറെൻ്റ് ഒക്കെ ആവുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരുമിച്ച് ആരെയും കിട്ടാറില്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. എന്തായാലും എല്ലാം ശരിയായി വന്നായിരുന്നു ഈ പ്രാവശ്യം. അങ്ങനെ നമുക്ക് കൂടാൻ പറ്റി. നെക്സ്റ്റ് പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. ന്യൂ ഇയർ ഈസ് ഹൈലി അൺലൈക്ലി. എന്താ പറയുക, ഇത്രയും കാലം ഉണ്ടായിരുന്നിട്ട് ന്യൂ ഇയർ അങ്ങനെ വളരെ ചുരുക്കമാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഇട്ടവർക്ക് ആ ഫ്ലൈറ്റ് മാറ്റും, അവസാനം ഇല്ലാത്തവർക്ക് പണി കിട്ടും, അല്ലെങ്കിൽ ഓൾറെഡി കിട്ടും. ഞാൻ പിന്നെ അങ്ങനെ ന്യൂ ഇയറിന് വേണ്ടി ലീവ് എടുത്തിട്ടുമില്ല. സോ ഈ പ്രാവശ്യം നമ്മൾ ന്യൂ ഇയറും പ്ലാൻ ചെയ്യുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ വിൽ സെലിബ്രേറ്റ്, അതർവൈസ് വളരെ സൂൺ വേറൊരു പാർട്ടി പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. എന്തെങ്കിലും നടക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ന്യൂ ഇയർ നോക്കി ഇരിക്കേണ്ട, മിക്കവാറും ന്യൂ ഇയർ കിട്ടാനുള്ള ചാൻസ് ഇല്ല. കിട്ടുന്ന ടൈമിൽ നമുക്ക് എൻജോയ് ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പം നെക്സ്റ്റ് പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇനിയിപ്പം ഇവിടെ ചെക്കൗട്ട് ചെയ്യണം, ഒരു ഊബർ എടുക്കണം, വീട്ടിലേക്ക് പോകണം. ഇത്രയാണ് ഇന്നത്തെ പരിപാടി. സോ ഐ ഹോപ്പ് യു ഡിഡ് എൻജോയ് ദ വീഡിയോ ആസ് മച്ച് ആസ് വി ഡിഡ് ദിസ് പാർട്ടി. സോ ഇഫ് സോ, you stay tuned. So stay tuned for more updates and video from my side. So പാക്കൊക്കെ ചെയ്ത് വെച്ചേക്കാണ്, ഇനിയിപ്പോൾ ഇറങ്ങിയാൽ മതി. ഇത് ഞാൻ കൊണ്ടുവന്നത്, ഇത് അവരുടെ വിങ്സും ബാക്കി കോസ്റ്റ്യൂംസും ഒക്കെ ഇതിനിപ്പം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇത് നമ്മുടെ പഴയ വ്യൂ. സോ ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ദ വീഡിയോ ഗൈസ്. ടാറ്റാ, ബൈ, ടേക്ക് കെയർ, and please do like, share and subscribe to my channel. Bye.